തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭയങ്കര അടിയും പിടിയും വെടിയും നാടകങ്ങൾ നടക്കുന്നതിനിടെ വലിയ ഒരു കോമഡി അവിടെ നടന്നിരുന്നുണ്ട്. കോമഡി നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. വലിയൊരു ആപ്പിൽ ഒരു നയതന്ത്ര രീതി അവിടെ നടന്നിട്ടുണ്ട്. അതെ, വലിയൊരു ആപ്പിൽ ചെന്ന് വീണിരിക്കുകയാണ്. കോഴിക്കോട്ടെ സി പി എമ്മിന്റെ മേയറും മുസ്ലിം ലീഗിന്റെ കൗൺസിലറും ഇവരെല്ലാവരും കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നു. BJP മേയറുടെ സ്വീകരണം ഏറ്റുവാങ്ങി. അവിടുന്ന് അദ്ദേഹം കൊടുത്ത ഭക്ഷണവും കഴിച്ചു. പിന്നെ നരേന്ദ്രമോദിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അതുമൊക്കെ വാങ്ങി തിരികെ കോഴിക്കോട്ട് ചെന്നു. അങ്ങ് ചെന്നിറങ്ങിയില്ല, അതിനു മുമ്പ് വിഷയമായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷനിൽ തന്നെ നമുക്കറിയാം കോൺഗ്രസ്സുകാരാണ് അന്ന് അടി നടന്നത്. കോൺഗ്രസ്സുകാർ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനൊക്കെ ആദ്യം പദ്ധതി ഇട്ടിരുന്നു. മുൻ മന്ത്രി അപ്പൂപ്പൻ ഞങ്ങളെല്ലാം പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞു ഞങ്ങളത് അറിഞ്ഞിട്ടില്ല, ഞങ്ങളത് തയ്യാറല്ല എന്ന് പറഞ്ഞു. ഏതായാലും കോൺഗ്രസ്സിന് ഈ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിട്ടൊരു സംഭവമായിരുന്നു. CPM എന്തുകൊണ്ട് പെട്ടെന്ന് മാറിക്കളഞ്ഞെന്നുള്ളത്. പലരും അന്ന് പറഞ്ഞത് പിണറായി ഈ ED മുന്നിൽ പിണറായി കുടുംബം വെച്ച് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ അങ്ങനെ അധികം കേന്ദ്രത്തിനെ പണക്കണ്ടെന്ന് കരുതിയാണ് ഒരു പിന്മാറ്റം നടത്തിയെന്നൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും കോഴിക്കോട് മേയർ ഗംഭീരമായി. CPM ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത്. O. സദാശിവനാണ് മേയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കണ്ടതിൻ്റെ നിവേദനം കൊടുക്കാൻ വന്നതാണ്. വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ VV രാജേഷ് പറഞ്ഞു ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോരാ, രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ രാവിലെ അവിടെ ചെന്ന് ഫുഡ് കഴിക്കും. ഇവർ ചെന്നപ്പോൾ എല്ലാവരെയും ഷാളൊക്കെ അണിയിച്ച് സ്വീകരിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു നവ്യ ഹരിദാസ് ഉണ്ടല്ലോ, BJPയുടെ കൗൺസിലർ, കോഴിക്കോട്ടെ BJPയുടെ കൗൺസിലർ നവ്യ ഹരിദാസ്, വയനാട്ടിൽ മത്സരിച്ച ആളാണ്. അവർ ആ കൗൺസിലറാണ്. നവ്യ ഹരിദാസ് ആണെന്ന് തോന്നി. അവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള നല്ല മിടുക്കിയ ഒരു നേതാവാണ്. അപ്പോൾ ഈ നവ്യയാണെന്ന് തോന്നുന്നു പണി പറ്റിച്ചത്. എന്തായാലും ഇവർ വന്നു, കണ്ടു, കീഴടക്കി. അത് രാജേഷുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, രാജേഷ് കൊടുത്ത ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ചർച്ചകൾ നടക്കുന്നു. എങ്ങനെയുണ്ട് കോർപ്പറേഷൻ ഭരണം ഇതൊക്കെ. പക്ഷേ ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു പോയതോടെ വലിയ വിഷയമായി. ആർക്കാണ്? ഒന്ന് CPMന്, ഒന്ന് മുസ്ലിം ലീഗിന്. നടക്കണം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. അല്ല, എന്തായാലും ഇത് ഒരു ഈ തിരുവനന്തപുരത്തെ CPM നേതാക്കന്മാരെ അമ്പരപ്പിച്ചൊരു കാര്യമായിരുന്നു. അവരാരും അറിഞ്ഞതുമില്ല ഇങ്ങനെ ഒരു ഞങ്ങളുടെ സ്വന്തം മേയർ കോഴിക്കോട്. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ സിന്ധുവിനെ ഓർത്തോ? സിന്ധു ശശിയെ ഓർത്തോ? ഈ കാലൊടിഞ്ഞ് വീൽ ചെയർ നടക്കുന്ന നമ്മുടെ മറ്റ് കൗൺസിലർമാരെ ഓർത്തോ? നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നില്ലേ എന്നായിരിക്കും തിരുവനന്തപുരത്തെ CPMകാരായിട്ടുള്ള കൗൺസിലർമാർ O. സദാശിവനെ വിളിച്ച് ചോദിക്കുന്നത്. കാരണം കാപ്പ ചുമത്തപ്പെട്ട സുഗതൻ, വാഴാട്ടുകോണത്തെ ഡിവിഷൻ കൗൺസിലറെ പുറത്താക്കണം, അതായത് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ സമര പരമ്പര തന്നെ അരങ്ങേറി. സമര കോലാഹലങ്ങളാണ്. ഒന്ന് കോൺഗ്രസും ഒന്ന് CPM. അവർ LDFും UDFും കൂടെ ചേർന്ന് ബഹളം നടത്തി. ആ ബഹളത്തിനിടെ ആ ഉന്തും തള്ളും ഉണ്ടായി. രാജേഷിൻ്റെ കാലിന് പരിക്കേറ്റു, BJPയുടെ കൗൺസിലർമാർക്ക് പരിക്കേറ്റു. അതിൻ്റെ തുടർച്ച എന്നോണം കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലും ഭയങ്കര അടിയും വാക്കേറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടുവെള്ളം ചപ്പലും ജലവീരങ്കിയായിരുന്നു. ചൂടുവെള്ളം കൊണ്ടുള്ള ജലവീരങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നു. ആകെപ്പാടെ കുഴപ്പമാക്കി വെച്ചതാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് ഇതൊന്നും അറിയാത്ത പോലെ സമാധാന ദൂതരായി കോഴിക്കോട്ട് നിന്ന് വന്നു. അദ്ദേഹം വളരെയധികം ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഏറ്റുവാങ്ങുന്നത്. പിന്നെ ചർച്ചകൾ നടത്തും. മാത്രമല്ല കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അതിഥി സൽക്കാര പ്രിയരാണ്. അതെ, ഒരു പക്ഷേ നാളെ രാജേഷിന് സംഘത്തിന് ഇവിടെ അങ്ങോട്ടും ചെല്ലാം, കോഴിക്കോട്ട് ചെന്ന് അവിടെ ചെന്ന് പേരണ്ട് ബിരിയാണിയെ കഴിച്ച് ഇവരുമായിട്ടൊക്കെ ഒരു വലിയ സൗഹൃദത്തിലൊക്കെ നല്ലതാണ്. ഒരു കണക്കിന് നമ്മൾ കളിയാക്കാണ്ടല്ല ചെയ്യേണ്ടത്. എല്ലാ കോർപ്പറേഷനും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം പറഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. ഈ LDFിൻ്റെ സദാശിവൻ അടക്കമുള്ള LDF പ്രതിനിധികൾക്കൊപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവ് SV മുഹമ്മദ് ഷമീൽ അദ്ദേഹവും പങ്കെടുത്തു. അപ്പോൾ ഈ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തദ്ദേശ സ്വയംഭരണ മന്ത്രിയെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ കോഴിക്കോട്ട് വന്നത്. അപ്പോൾ ഇവരെ കണ്ട് മടങ്ങുന്നതിനിടെയാണ് ഈ കോർപ്പറേഷനിലോട്ട് എത്തിയത്. അപ്പോൾ ആരൊക്കെയാണ് വന്നതെന്ന് നോക്കാം. BJPയുടെ നവ്യ ഹരിദാസ്, CPMൻ്റെ K. രാജീവ്, CPIയുടെ സാറ ജാഫർ, മുസ്ലിം ലീഗിൽ നിന്ന് SV ഷമീൽ, ഇവരാണ് സ്വീകരണം ഏറ്റുവാങ്ങിയത്. അപ്പം ഇവരെന്ത് ചെയ്തു? നരേന്ദ്രമോദിയെ കാണാനുള്ള സംവിധാനം കൂടെ ഒപ്പിച്ചുതരാം. നിങ്ങൾ നഗരസഭയല്ലേ, ഞാൻ ഒരു കത്ത് തരാം, നിങ്ങൾ ഇതുമായിട്ട് നരേന്ദ്രമോദിയെ പോയി കണ്ടാൽ മതി എന്നാവും രാജേഷ് പറഞ്ഞത്. എന്തായാലും അതിനൊക്കെ രസം. ഇതിനെക്കുറിച്ച് ഇപ്പം പ്രതികരണം ആരാഞ്ഞ് മാധ്യമങ്ങൾ സദാശിവൻ്റെ അടുത്ത് ചെന്നു. നിങ്ങൾ എന്തിന് BJPയുടെ കൂടെ പോയി? വലിയ വിഷയമായി. BJPയുടെ കോർപ്പറേഷനിൽ ചെന്ന് അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ തക്കതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ,
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടില് കോൺഗ്രസിന്റെ സ്വന്തം KPCയുടെ സ്വന്തം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJPയുടെ യോഗം നടത്തി. BJPയുടെ യോഗം മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പാവം NK പ്രേമചന്ദ്രൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പലരെയും കൂട്ടത്തെ വിളിച്ചപ്പെടുന്ന ബഹളം വെച്ചവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കി. അല്ല, ഈ BJPയുടെ യോഗം നടന്നിട്ട് ഇന്നലെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, അദ്ദേഹമാണ് ഇതിന്റെ കസ്റ്റോഡിയൻ, അദ്ദേഹത്തിന്റെ മറുപടി കേട്ടായിരുന്നു, വളരെ വിചിത്രമായിരുന്നു. ഈടാ അത് വല്ലവരും വന്ന് വാടകയ്ക്ക് വെച്ചാൽ കൊടുക്കാൻ വെച്ചേക്കുന്ന സാധനമല്ലേ, അത് കൊടുത്തതിൽ എന്താ തെറ്റെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഗവേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം കൂടെ പറഞ്ഞു. അത് ഗവേഷണ സ്ഥാപനം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അത് എന്താണ് ഗവേഷണം എന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ പറ്റിയതാണ്. അപ്പോൾ വേറൊരു വിറ്റുണ്ട്, ഇതുപോലെ BJPയുടെ ഏതോ ഒരു ചടങ്ങിൽ പോയി ദീപം തെളിയിച്ചെന്നും പറഞ്ഞാണ് പഴയ മേയർ ബീന ഫിലിപ്പിനെ അവർ ശാസിച്ചത്. ബീന ഫിലിപ്പിനെ CPM ശാസിച്ചത്. ഇനി സദാശിവനെ വടിവെട്ടി തല്ലുമായിരിക്കും അല്ലേ? ബീന ഫിലിപ്പിനെ കണ്ടിട്ട് തനിക്ക് മനസ്സിലായല്ലോ സഖാവേ, തനിക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് മേലാൽ BJPക്കാരുടെ പരിപാടിക്ക് പോയേക്കായിരുന്നു. അല്ല, ഏതായാലും രാജേഷ് താരമാവുകയാണ് ശരിക്കും. രാജേഷ് വലിയ താരമായി മാറിക്കഴിഞ്ഞത്. കാരണം രാജേഷിന് അറിയാം രാഷ്ട്രീയപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കോഴിക്കോട് മേയർ സംഘം തിരുവനന്തപുരത്ത് ഒന്നെന്ന് പറയുമ്പോൾ തലസ്ഥാനത്തെത്തുകയാണ്. തലസ്ഥാനത്തെ മേയർ അവർ സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. സാങ്കേതികമായി രാഷ്ട്രീയമൊക്കെ രണ്ടാമത്തെ കാര്യം, വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കണം. അവരെ വിളിക്കുന്ന അതിന് സത്യത്തിൽ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടെ ഇപ്പം വിവാദമാക്കി. ഇപ്പോൾ CPM നേതാക്കൾ ആ പാടെ ഉത്തരം മുട്ടിയ അവസ്ഥയിലുമായി. എന്തായാലും പെട്ടു എന്നുള്ളതാണ്. രാജേഷ് വെച്ച ട്രാപ്പിനകത്ത് കോഴിക്കോട് മേയർ വന്ന് വീണതാണോ അതോ നവ്യ ഹരിദാസാണോ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ ഈ താലത്തിൽ കൊണ്ടുവന്ന് ഈ സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള സ്നേഹപ്പാര വെച്ചു കൊടുത്തത് എന്നുള്ളതൊക്കെ സംശയ നിഴലിലാണ്. എന്താണെങ്കിലും BJPക്കെതിരെ വലിയ പ്രക്ഷോഭം, BJP ഭരണസമിതിയെ താഴെ ഇറക്കാൻ വേണ്ടി വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്.